അപ്പോൾ ഷെനായി എന്നോട് പറഞ്ഞു, മാഷെ ഈ ഏർപ്പാട് എൻ്റെ അടുത്ത് വേണ്ട, കരുണാകരൻ ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ ഷെനായി ഞാൻ പറയാം, അത് വേണ്ട, താൻ പറയണ്ട. കരുണാകരൻ വന്നു, മാറ്റി വിളിച്ച് ഷെനായി പറഞ്ഞു, പക്ഷെ കരുണാകരൻ, ഡോണ്ട് മിസ്ലീഡ് മീ, മൈ കെ ലൈൻസ് ആർ ബൈബിൾസ്. അത്രമാത്രമുള്ള താൻ എഴുതുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ട്. ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹമാണ് എൻ്റെ പൊളിറ്റിക്കൽ മെന്റർ. എനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുകയും എന്നെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, തന്നെ എറണാകുളത്ത് നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് മക്കളെ പഠിപ്പിക്കാനുണ്ട്, എറണാകുളത്തെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്ന് ചങ്ങമ്പുഴ പാർക്കിൽ പ്രഗത്ഭനായ പത്രപ്രവർത്തകനും ചെറായിക്കാരനുമായ TVS ഷെനായിയെ അനുസ്മരിക്കുന്നു. ഷെനായിയുമായി ഞാൻ അടുത്ത് പരിചയപ്പെടുന്നതും എൻ്റെ കുടുംബത്തിലെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഷെനായിയെ കണ്ടതും 84 പാർലമെൻറ്റ് അംഗമായി ഡൽഹിയിൽ ചെന്നതിന് ശേഷം. അന്ന് ഇന്നത്തെ ഡൽഹിയല്ല, ഇന്ന് ഡൽഹി സുരക്ഷാ വലയത്തിൽ വീർപ്പുമുട്ടു. ഞാൻ ചെല്ലുന്ന 84 പാർലമെൻറ്റ് മന്ദിരത്തിനകത്തുകൂടി ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന 84 സൗത്ത് അവന്യൂവിൽ നിന്നും രാഷ്ട്രപതി ഭവനിലൂടെ നടന്ന് പാർലമെൻറ്റിൽ കടന്നു വരാനായി. ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിലെ ചോദ്യോത്തരങ്ങൾക്ക് ശേഷവും പ്രസംഗങ്ങൾക്ക് ശേഷവും നേരെ പോകുന്നത് റാഫി മാർഗിലെ INS ബിൽഡിങ്ങിൽ മലയാള മനോരമ ഓഫീസിലേക്കാണ്. കാരണം പ്രസംഗിച്ചതെല്ലാം ഒന്ന് കൊടുക്കണം, ചോദ്യങ്ങളൊന്ന് കൊടുക്കണം. ഇന്നത്തെ പോലെ തത്സമയ പ്രക്ഷേപണമൊന്നും. പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻ്റ് റിപ്പോർട്ട് എഴുതി ടൈപ്പ് ചെയ്ത് കയ്യിൽ തന്നാൽ അതാണ് പത്ര ഓഫീസിൽ എത്തിക്കേണ്ടത്. അപ്പോൾ ഈ പാർലമെൻറ്റ് ഹൗസിൽ നിന്നും ഒരു ഇടനാഴിക വഴി ആണ് റാഫി മാർഗിൽ എത്തുന്നത്. അതും ഈ വാർത്ത, പാർലമെൻറ്റ് വാർത്ത വൈകുന്നേരം 7 മണിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പോവില്ല. ആ ഒരു കാലഘട്ടത്തിൽ മലയാള മനോരമയിൽ ചെന്നാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കുളിർമ നൽകുന്നത് ഒന്ന് മനോരമയുടെ പ്രസിദ്ധമായ നാരങ്ങ ചായ, ഒരു ചെറിയ കപ്പിൽ ചായ. 2 TVS ഷെനായി, K ഗോപാലകൃഷ്ണൻ, പിന്നീട് വന്ന D വിജയമോഹൻ എന്നുള്ള പത്രപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണങ്ങൾ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഷെനായി എന്നും ഒരു വഴികാട്ടിയായി. ഞാൻ 84 പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് 38 വയസ്സ്. എൻ്റെ 3 മക്കൾ കൂടെയുണ്ട്, കൊച്ചുമക്കൾ കൂടെയുണ്ട്. ഒരാൾ എറണാകുളത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെൺകുട്ടി 4ാം ക്ലാസ്സിൽ അവിടെ തന്നെ പഠിക്കുന്നു. ചെറിയ കുട്ടി അവർ ലേഡീസിലാണ്. അപ്പം ഷെനായി എനിക്ക് ആദ്യം നൽകിയ ഉപദേശം, പക്ഷേ ജീവിതത്തിൽ ഡൽഹിയിൽ വന്നതുകൊണ്ട്
മാഷിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടുമെങ്കിൽ ഈ കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. അത് ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹമാണ് എൻ്റെ പൊളിറ്റിക്കൽ മെന്റർ, എനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുകയും എന്നെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, തന്നെ എറണാകുളത്ത് നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് മക്കളെ പഠിപ്പിക്കാനാണ്, എറണാകുളത്തെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ഈ ബുദ്ധിമുട്ട് ഷേണായോട് പറഞ്ഞപ്പോൾ ഷേണായി പറഞ്ഞു, മാഷ അതൊന്നും കണക്കാക്കണ്ട. കരുണാകരനോട് ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ വിളിക്കുന്ന കരുണാകരൻ. അങ്ങനെ ഡീലർത്തി എന്ന് ഷെണായിയാണ് പറഞ്ഞത്, മാഷിൻ്റെ മക്കൾ ഇവിടെ വന്ന് പഠിക്കട്ടെ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് ഡൽഹിയിലാണ്. ഇന്നും എൻ്റെ മക്കൾ അവരെല്ലാം വളർന്ന വലുതായി വലിയ നിലയിൽ ഓരോ തലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഷേണായി അങ്കിളിനെ പറ്റി പറയാം. അക്കാലത്ത് ഇന്നത്തെ പോലെ വൈകുന്നേരം ഡൽഹിയിൽ പോയി പിറ്റേ ദിവസം ഇവിടെ എത്താൻ കഴിയത്തില്ല, അത്ര വിമാന സർവീസൊന്നും ഇല്ല. അന്ന് കൊച്ചി വെല്ലിംഗ്ടണിൻ്റെ എയർപോർട്ടിൽ നിന്നും ചെറിയൊരു വിമാനത്തിൽ കയറി ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് അടുത്ത വിമാനത്തിൽ കയറി ഡൽഹിയിൽ പോയി. ഞങ്ങളൊക്കെ അന്ന് പലപ്പോഴും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഒത്തു ചെയ്തു. ഞാനും കുടുംബാംഗങ്ങളും പള്ളിയിൽ പോയതിനു ശേഷം തിരിച്ച് ഒരു 9 മണിയോടുകൂടി എൻ്റെ സൗത്ത് അവന്യൂ ഫ്ലാറ്റിൽ വരും. ടി വി ആർ ഷേണായി, ഗോപാലകൃഷ്ണൻ, മാധവൻകുട്ടി, UNA ജോർജ് വർഗീസ്, ഇത്രയും പേരെങ്കിലും പുറത്ത് നിന്നാണ്. അത് ഞങ്ങൾ പറയും 1 ബോട്ടിൽ 5 പേഴ്സൺ, ഒരു ബോട്ടിൽ കൂടി അത് കാണും. ഷേണയായപ്പോൾ എല്ലാവരും സ്വർണ്ണം മദ്യപിക്കുന്നത്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4 മണി വരെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായ ചർച്ച ചെയ്യും. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഷേണായിക്ക് അതിന് മറുപടിയുണ്ട്. ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു, യമണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വിളിക്കുന്നത് യമണ്ടനാണ്, എന്നിട്ട് നിങ്ങൾക്കറിയോ യമണ്ടൻ? അപ്പോൾ അവർ പറഞ്ഞു, അങ്കിളെ ഞങ്ങൾക്കറിയില്ല യമണ്ടൻ എന്തുകൊണ്ടൊരു മിടുക്കൻ എന്നാണ്. ആ യമണ്ടൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലാണ്. അത് 2ാം ലോകമഹായുദ്ധ കാലത്ത് മദ്രാസ് പോർട്ടിനകത്ത് കയറി വെടിവെച്ചു. അതൊരു വലിയ സംഭവമാണ് അക്കാലത്ത്. അതുകൊണ്ടാണ് യമണ്ടൻ. ഒരിക്കൽ എൻ്റെ മക്കളോട് ചോദിച്ചു, എന്താ ഈ ബഡ്ജറ്റ്? നിങ്ങൾ ബഡ്ജറ്റ് സമ്മേളനം എന്ന് പറയാറുണ്ട്, ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റ്? എൻ്റെ മക്കൾ പറഞ്ഞു, അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്ന കണക്ക്. അപ്പോൾ ഷേണായി പറഞ്ഞു, അതല്ല, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചിയാണ് ബഡ്ജറ്റ്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അതൊരു സഞ്ചിയിലാണ് ഈ കണക്കുള്ളത്. അതുകൊണ്ട് ബഡ്ജറ്റാണ്. ഇതിന് ഓരോ കാര്യങ്ങൾക്കും ഷേണായി ഒരു മറുപടിയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിട്ട് ഇതിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ പ്രസംഗം ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതൊക്കെ പറയണമെന്നുണ്ട്. അതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നത് ഷേണായിയുണ്ട്. മാത്രമല്ല നല്ലൊരു സുഹൃത്തായിരുന്നു. എനിക്കെതിരായ ചരിത്ര പ്രസിദ്ധമായ കുപ്രസിദ്ധമായ ഫ്രഞ്ച് കാരക്കേസ്. അപ്പം ഞാൻ ഷേണായിയോട് പറഞ്ഞു, ഇത് ഞാൻ നിരപരാധിയാണ്, പക്ഷെ പെട്ടുപോയി. അന്ന് ഷേണായിയാണ് എന്നെ സഹായിക്കുന്നത്. ഷേണായി പറഞ്ഞു, മാഷ് ധൈര്യമായിട്ടിരിക്കുക, മാഷ് കുറ്റക്കാരനല്ലെങ്കിൽ മാഷ് തൊഴില്ല. ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴെല്ലാം ഷേണായി വരും. അദ്ദേഹത്തിന് BTH സ്ഥിരം മുറിയുണ്ട്. എനിക്ക് തോന്നുന്നു 240 ഓർമ്മ. സ്ഥിരം അവിടെ താമസം. അവിടെ ഞങ്ങൾ ഒത്തുകൂടും. എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും, സംസാരിക്കും. തിരഞ്ഞെടുപ്പ് ചെലവിനെ തുകയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായി. അങ്ങനെ നല്ലൊരു സുഹൃത്ത്. ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്ന വിധത്തിൽ എഴുതുകയും ചെയ്യുന്ന
ഒരു പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്നു ഷെനായി. ഷെനായിയുടെ ലേഖനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക ലൈനുകളിലും എന്നും ഒരു പ്രത്യേകത കാണാൻ കഴിയും. അദ്ദേഹത്തിന് അദ്വാനിയുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. RSSുമായി നല്ല എടുപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അതൊന്നും ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തതയോടുകൂടി കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും. ആരുടെ മുഖത്ത് നോക്കിയും തെറ്റാണോ ശരിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കാനും ഷെനായിക്ക് കഴിഞ്ഞു. അത് ഷെനായിക്ക് കഴിഞ്ഞു എന്ന് ഓർക്കുന്ന ശ്രീ കെ കരുണാകരൻ, അന്ന് ഡൽഹിയിലെ അതികായനായ രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി, ഒരിക്കൽ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഷെനായി ലീഗോട് മാറി നിരോധിച്ചു. അന്നൊരു ബൈ ഇലക്ഷൻ വരും. എന്നാണ് ആ ഇലക്ഷൻ വരും, എപ്പോൾ വരും? ക്ലിയർ ഒരു ഡേറ്റ് കൊടുത്തു, ഇത്ര തീയതി ഇലക്ഷൻ വരും. പിറ്റേ ദിവസം ഷെനായിട്ട് അതിൻ്റെ ബൈലയും വന്നു മനോരമയിൽ. കാരണം അന്ന് ഷെനായി എഴുതിയാൽ അതൊരു ബൈബിളാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ പറഞ്ഞ ദിവസങ്ങളിലോ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് വേണം. അപ്പോൾ ഷെനായി എന്നോട് പറഞ്ഞു, മാഷെ ഈ ഏർപ്പാട് എൻ്റെ അടുത്ത് വേണ്ട, ഇതിലൊക്കെ ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ ഷെനായി ഞാൻ പറയാം, അത് വേണ്ട, താൻ പറയണ്ട. കരുണാകരൻ വന്നു മാറ്റി വിളിച്ച് ഷെനായി പറഞ്ഞു, പക്ഷെ കരുണാകരൻ, ഡോണ്ട് മിസ്ലീഡ് മീ, മൈ കെ ലൈൻസ് ആർ ബൈബിൾസ്. അത്രമാത്രമുള്ള താൻ എഴുതുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഞങ്ങൾ TVR ഷെനായി അവാർഡ് എന്ന പേരിൽ പാർലമെൻറ്റിലും അസംബ്ലിയിലും പ്രാഗൽഭ്യം തെളിയിക്കുന്ന പത്രപ്രവർത്തകർക്ക് 1,00,000 രൂപ കൊടുക്കുന്ന TVR ഷെനായി അവാർഡ് ആരംഭിച്ചു. 2019 ആ അവാർഡ് തുടങ്ങുന്നത്. അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയുടെ ഭവനത്തിലാണ് ആദ്യത്തെ ആ അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. ആ അവാർഡ് ദാന ചടങ്ങ് നൽകിയത് ഹിന്ദുസ്ഥാൻ ടൈംസിലെ വിനോദ് ശർമ്മ, അദ്ദേഹം പൊളിറ്റിക്കൽ റൈറ്ററാണ്. രണ്ടാമത്തെ അവാർഡ് നൽകിയത് മലയാള മനോരമയുടെ ഡൽഹി കോർഡിനേറ്റർ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം D. വിജയമോഹന് തിരുവനന്തപുരത്ത് വെച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് നൽകി. മൂന്നാമത്തെ അവാർഡ് ശ്രീ സോമനാഥന്, അത് മരണാനന്തരമാണ്, ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി. നാലാമത്തെ അവാർഡ് 2024 ഇന്ത്യ ടുഡേയിലെ രാജീവ് സർദേശായി, അതിപ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് മുൻ ഉപരാഷ്ട്രപതി മുഹമ്മദ് ഹമീദ് അൻസാരി നൽകി. ഈ കഴിഞ്ഞ 5ാമത്തെ അവാർഡ് ഡൽഹിയിൽ വെച്ച് തന്നെ പ്രസിദ്ധ പത്രപ്രവർത്തകനായ വിനോദ് കെ ജോസിന് നൽകുകയില്ല. അങ്ങനെ TVR ഷെനായിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള TVR ഷെനായി അവാർഡ്, ആ അവാർഡ് ചടങ്ങ് എന്നും വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം പത്രപ്രവർത്തക രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാതലായ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റങ്ങൾ, അതിന് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ സുഹൃത്ത് വെങ്കട് ഇവിടെയുണ്ട്. കാലം മാറിയിരിക്കും. TVR ഷെനായുടെ കാലഘട്ടത്തിൽ ഒരു വാർത്ത എഴുതിയാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറുണ്ട്. 24 സെക്കൻഡ് പോലും കിട്ടുക. മത്സരമാണ്, വലിയ മത്സരമാണ്. ആ വലിയ മത്സരത്തിൽ സത്യമില്ലാതായിരുന്നു. ഷെനായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മലയാള മനോരമയിൽ വന്നു. ഷെനായി ബോംബെയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് കോട്ടയത്ത് KM മാത്യു, ഈ പ്രഗത്ഭനായ മനോരമയുടെ പത്രാധിപർ, ഷെനായി ഇന്റർവ്യൂ വിളിക്കുന്നത്. കാര്യങ്ങൾക്ക് ചോദിച്ച ശേഷം KM മാത്യു അല്പം കടിയാക്കുന്ന ടൈപ്പാണ്. അദ്ദേഹം വികാസ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഷെനായോട് ചോദിച്ചു, നിങ്ങൾ കൊങ്ങിണിയല്ലേ? നിങ്ങൾ കൊങ്ങിണിക്കാരെല്ലാം കച്ചവടക്കാരല്ലേ?
അപ്പോൾ എന്തിനാണ് കച്ചവടക്കാരൻ ഞങ്ങളുടെ മനോരമയിൽ വന്നത്? ഷെനായി പറഞ്ഞു, നിങ്ങളും ഒരു കച്ചവടമാണ് നടത്തുന്നത് എനിക്കറിയാം, അതുകൊണ്ട് നമ്മൾ 2 കച്ചവടക്കാരും കൂടി മനോരമയിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കിടക്കാൻ കഴിയും. കാരണം ഇന്ന് മനോരമയാണ് MRF ഉള്ളത്. അപ്പം അങ്ങനെ ഏത് കാര്യത്തിനും ഉള്ളക്കുപ്പേരി ഒരു മറുപടി ഒരു ഷെനായിക്ക്. മനോരമയുടെ മേധാവികളുമായി വലിയ ബന്ധമാണ് ഷെനായിക്ക് ഉണ്ടായിരുന്നതെങ്കിലും ചില സന്ദർഭങ്ങളിൽ മനോരമ പാളിയാൻ, ഇത് പാളി എന്ന് പറയാനുള്ള ചങ്കൂറ്റം അത് ഷെനായി. മുഖ്യമന്ത്രിമാർ കെ കരുണാകരൻ, AK ആന്റണി, VS അച്യുതാനന്ദൻ തുടങ്ങിയ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുടെ അടുത്ത് ചെല്ലാനും, അതുപോലെ പ്രധാനമന്ത്രിമാർ, എത്രയോ പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഷെനായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കരുത്തനായ സാരഥി, പത്രപ്രവർത്തക രംഗത്ത് എന്നും മികവോടെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെയാണ് നാം ഞാൻ പ്രത്യേകം സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടത്തിയ സാരി ഡാൻസ്, ഒന്ന് മൺമറഞ്ഞു പോയ പഴയ കലാരൂപങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമായി ഞാനങ്ങനെ കാണുകയാണ്. അതുകൂടി ഈ സന്ദർഭത്തിൽ അവതരിപ്പിച്ചതിന് ഒരു സാഹചര്യം കൊടുത്തതിന് സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യുന്നു.